അതെ, ഇന്നൊരു മാംഗോ ഫ്രൂട്ടിയുടെ റെസിപ്പി വീഡിയോ ആണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മാങ്ങപ്പഴവും പഞ്ചസാരയും മാത്രം മതി. അപ്പോൾ ഇത് സിന്ദൂരം മാങ്ങയാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് അതാണ്. അത് നല്ല മാങ്ങയാണ്, ഫ്രൂട്ടിക്ക് പറ്റിയ മാങ്ങയാണ്. നല്ല കളറും അതുപോലെ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഞാനിപ്രാവശ്യം കുറേ തവണ ഫ്രൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അപ്പം തന്നെ കഴിഞ്ഞും പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്രാവശ്യം നല്ല ചൂടല്ലേ. ഇതിപ്പോൾ ലാസ്റ്റിലെ മാങ്ങയാണ്. ഇന്ന് വെറും ഈ ഒരു 3 മാങ്ങ വെച്ചാണ് ചെയ്യുന്നത്. സാധാരണ മാംഗോ ഫ്രൂട്ടിക്ക് പഴുത്ത മാങ്ങയുടെ കൂടെ പച്ചമാങ്ങയും ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പഴുത്ത മാങ്ങ വെച്ചാണ് ചെയ്യുന്നത്. കാരണം പഴുത്ത മാങ്ങ കൂടുതലുള്ളപ്പോൾ നമ്മൾ പച്ചമാങ്ങ തേടി പോകാറില്ലല്ലോ. ടേസ്റ്റ് അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു മാങ്ങ നന്നായി പഴുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റാവും. എനിക്കാണെങ്കിൽ മാങ്ങ കട്ട് ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായി തോന്നിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് മാങ്ങയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് അളവൊന്നും വേണമെന്നില്ല. കാരണം അടിയിൽ പിടിക്കാതിരിക്കണം. പിന്നെ നമുക്ക് അരിച്ചെടുക്കാനും ബുദ്ധിമുട്ടില്ലാതിരിക്കണം. നന്നായി തിളച്ച് വരണം. മാങ്ങ നന്നായി കുക്കും ആവണം. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലേവറൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ തിളപ്പിച്ചാൽ തന്നെ മാങ്ങ നല്ല ഫ്ലേവറിൽ മാറി കിട്ടും. ഇതിപ്പോൾ ഞാൻ വേറെ ബർണറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് കുക്കാവട്ടെ. അതേസമയം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിന് 1 കപ്പ് പഞ്ചസാരയും ഒരു 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്ക് മാങ്ങയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ 2 ആയതിനു ശേഷം ഇറക്കി വെച്ച് നമ്മുടെ മാങ്ങയും അതുപോലെ തന്നെ ഷുഗർ സിറപ്പും നന്നായിട്ട് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ വേവിച്ച മാങ്ങ ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ അരച്ചെടുത്ത മാങ്ങയെ നമുക്കൊന്ന് അരിപ്പ് വെച്ചൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. ഇതിപ്പോൾ 3 മാങ്ങയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറേ മാങ്ങ എടുത്ത് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി കഷ്ടമായി തോന്നും. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് ഈ മാംഗോ പൾപ്പിലിട്ട് ഒന്നുകൂടി കറക്കി എടുത്തിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അരിപ്പയിലൂടെ പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാം അരിച്ചെടുത്ത് ഇപ്പോൾ കിട്ടിയ വേസ്റ്റാണ്, കുറച്ചേ ഉള്ളൂ. എന്നാലും കുറച്ച് നാരൊക്കെ കാണുമല്ലോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് മാംഗോ പൾപ്പ്, മാംഗോ ഫ്രൂട്ടി. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഐസ് ക്യൂബ്സും കുറച്ച് തണുത്ത വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ ഈ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയ പാത്രം, പിന്നെ മിക്സിയുടെ ജാറിൽ മാംഗോ പൾപ്പ് കുറച്ചുണ്ടാവും. അങ്ങനെ എല്ലാ പാത്രത്തിലും കൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയതാണ് ഇത്രയും. അപ്പോൾ അങ്ങനെ തന്നെ നമുക്കൊരു ഫ്രൂട്ടി ബോട്ടിൽ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ലാത്തത് കാരണം ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അപ്പോൾ സിമ്പിളല്ലേ?